ഹായ്, ഹൗ ആർ യു? ഇന്ന് നമ്മൾ പാസീവ് വോയിസിൻ്റെ അഗെയിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. ഉറപ്പുണ്ടാവും അല്ലേ, ആക്റ്റീവ് വോയിസിൽ പെർഫെക്റ്റ് ടെൻസ് പഠിച്ചത്. പെർഫെക്റ്റ് ടെൻസ് എപ്പോഴാണ് ഉപയോഗിക്കണേ? ഒരു ആക്ടിവിറ്റി കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് പ്രസന്റ് ടെൻസിലും റിമൈനിങ് ആണ്. അല്ലെങ്കിൽ അൺടൈംഡ് ആക്ഷൻ ഓഫ് ദ പാസ്റ്റ്. എപ്പോഴോ പാസ്റ്റ് ടെൻസിൽ ആക്ടിവിറ്റി കഴിഞ്ഞു, എന്നാ ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. ആ സമയത്താണ് എന്ത് ഉപയോഗിക്കുക? പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഇപ്പം വി ഹാവ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. ഞങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാ ചെയ്തതെന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഉണ്ടോന്നോ ഇല്ലോന്നോ ഒന്നും നമ്മളവിടെ പറയണില്ല. പക്ഷെ പ്രസന്റ് ടെൻസിൽ ഇഫക്റ്റ് ഉണ്ട്. വി ഹാവ് സ്റ്റാർട്ടഡ് എ ബിസിനസ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. പ്രസന്റ് ടെൻസിൽ എക്സിസ്റ്റിംഗ് ആണ്. വി ഹാവ് സ്റ്റാർട്ടഡ്. ആരാ സ്റ്റാർട്ട് ചെയ്തത്? വി എന്താ ചെയ്തത്? ഹാവ് സ്റ്റാർട്ടഡ്. എന്ത് സ്റ്റാർട്ട് ചെയ്തു? ബിസിനസ്. അങ്ങനെ പറയുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുന്നത്? ആക്റ്റീവ് വോയിസ് എന്ന് പറയുക. ഇത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വി ഹാഡ് സ്റ്റാർട്ടഡ് എന്ന് വരും. പാസ്റ്റ് പെർഫെക്റ്റിന് ഉപയോഗം വളരെ കുറവാണെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ചേഞ്ച് വരുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു മാത്രം. ഇനി ഇതിൻ്റെ ഇത്രയും പറഞ്ഞത് ഞാൻ ആക്റ്റീവ് വോയിസ് ആണ്. ഇതിൻ്റെ പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് ഹാസ്, ഹാവ്, ഹാഡ്. ഇതിൽ ഏതാന്ന് വെച്ചാൽ ടെൻസിനനുസരിച്ചിട്ടും സിംഗുലർ പ്ലൂറലിനനുസരിച്ചിട്ടും എടുക്കുക. പ്ലസ് ബീൻ പ്ലസ് വി ത്രീ. അപ്പം വി ഹാവ് സ്റ്റാർട്ടഡ് എ ബിസിനസ് എന്നുള്ള സെന്റൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിലെ ഒബ്ജക്റ്റ് എ ബിസിനസ്. എ ബിസിനസ് ക്ലിയർലി സിംഗുലർ ആണ് അല്ലേ? അതാകുമ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് പ്രസന്റ് ടെൻസിലാണ്. വി ഹാവ് സ്റ്റാർട്ടഡ് എന്നല്ലേ? അപ്പോൾ എ ബിസിനസ് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ബൈ അസ് എന്നാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന റൂൾ അനുസരിച്ചിട്ട്. പക്ഷെ ആരാ തുടങ്ങിയെന്നല്ല, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ എ ബിസിനസ് ഹാസ് ബീൻ സ്റ്റാർട്ടഡ് എന്ന് നമുക്ക് പറഞ്ഞാൽ മതിയോ? അതുപോലെ മെഡിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. നഴ്സല്ലേ, ഡോക്ടറാണ് തുടങ്ങുന്നത്. ആരാ തുടങ്ങിയെന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ മെഡിക്കേഷൻ ഹാസ് ബീൻ കമൻസ്ഡ്. അങ്ങനെയായിരിക്കണം നമ്മുടെ സെൻറ്റൻസുകൾ എഴുതേണ്ടത്. അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് വരുമ്പോൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പം ചേഞ്ച് ചെയ്യുക എന്നുള്ള പ്രവൃത്തി നമ്മുടെ ലൈഫിൽ അധികം വരുന്നില്ല. നമുക്ക് പാസീവ് വോയിസിൽ സെൻറ്റൻസ് എഴുതേണ്ടി വരുമ്പോൾ ആരാ ചെയ്തതെന്ന് ഇമ്പോർട്ടൻ്റ് അല്ല, പ്രവർത്തിക്കാണ് ഇമ്പോർട്ടൻ്റ്. പ്രവർത്തിക്കും അത് എഫക്റ്റ് ചെയ്ത കാര്യത്തിന് ഇമ്പോർട്ടൻസ് വരും. ആ വേർഡ് വെച്ച് സെൻറ്റൻസ് തുടങ്ങുക. ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇഫക്റ്റ് റിമൈൻ ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ടെൻസിൽ പറയുക. അപ്പോൾ സബ്ജക്റ്റ് എടുക്കുന്നു, അതിനനുസരിച്ചിട്ടുള്ള ഹാസ്, ഹാവ്, ഹാഡ് ഇതിലേതെങ്കിലും ഫോമാറ്റ് എടുക്കുക. പ്ലസ് ബീൻ പ്ലസ് വി ത്രീ. ഇങ്ങനെയാണ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പാസീവ് ഉണ്ടാക്കുക. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ. ഷീ ഹാസ് ബോട്ട് എ ലോട്ട് ഓഫ് പെൻസ്. അപ്പം ഒരുപാട് പേന കൊണ്ടുവന്നു. അവള് കൊണ്ടുവന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് അത് ആക്റ്റീവ് വോയിസ് ആയത്. ഷീ കഴിഞ്ഞ് സബ്ജക്ട് പ്ലസ് വെർബ് വന്നു. ദെൻ അതേസമയം ഒരുപാട് പേന കൊണ്ടുവന്നു എന്നേ പറയുന്നുള്ളൂ. എ ലോട്ട് ഓഫ് പെൻ, എ ലോട്ട് ഓഫ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയല്ലോ. എ ലോട്ട് ഓഫ് പെൻ ഹാവ് ബീൻ ബ്രോട്ട്. അതായിരിക്കും നമ്മുടെ അവിടെ പാസീവ് വോയിസ് ആയിട്ട് വരിക. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.